ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് പേര് എൻ്റെ പേഴ്സണലി മെസ്സേഞ്ചറിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് വീഡിയോസ് ഒന്നും ഇടാത്ത, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിർത്തിയെന്നൊക്കെ ചോദിച്ചു. ഇല്ല, നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചതിലും പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അവർ വീഡിയോസിൽ വെയിറ്റിംഗ് ആണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്ന് വൈകിയത്. ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അഖണ്ഡനാമ പരിപാടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അന്ന്, അതായത് നാളെ അഖണ്ഡനാമാണെങ്കിൽ അന്ന് തലേന്ന് ഒരു വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അപ്പൂസാണ് പോയത്. അപ്പോൾ അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ എല്ലാ പ്രാവശ്യം അമ്പലത്തിൽ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും പച്ചക്കറികളോ അല്ലെ ക്യാഷായിട്ട് കൊടുക്കും. പക്ഷെ പച്ചക്കറികളൊക്കെ കൊടുക്കും. നമ്മൾ ഒരു കൈ കൊടുക്കുന്ന മറു കൈ അറിയരുത് എന്നാണല്ലോ. അതുകൊണ്ട് എന്താ കൊടുത്തതെന്നൊന്നും പറയണില്ല. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടി അമ്പലത്തിൽ പോയതാണ് കേട്ടോ. പോയപ്പോൾ പിന്നെ പച്ചക്കറി അരിയുന്ന ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ വലിയ തിരക്ക്. പച്ചക്കറി നന്നാക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. എന്തേന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് പച്ചക്കറി നന്നാക്കാൻ അറിയില്ല. സോ വീട്ടിലാകുമ്പോൾ നമ്മൾ ഇഷ്ടത്തിന് നീളവും വീതിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അമ്പലമാകുമ്പോൾ അങ്ങനെയല്ലല്ലോ. അവിയലിനൊരു സൈസ്, സാമ്പാറിനൊരു സൈസൊക്കെ ഉണ്ടല്ലോ. പിന്നെ വെറുതെ അവിടെ ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കുറേ ചേട്ടന്മാരും അവിടെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ ഒരു ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇങ്ങോട്ട് വായു, ഇവിടെ വെളുത്തുള്ളി നന്നാക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ സ്നേഹത്തോട് വിളിച്ചുകൊണ്ട് പിന്നെ ഞാൻ അവിടെ പോയിരുന്ന് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിനടുത്തുള്ള പഴയ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചിയാണ്, ഫാമിലി ആട്ടോ. അപ്പം ചേച്ചി ഹസ്ബൻഡിൻ്റെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ ചേച്ചിനെ ഞാൻ കൂട്ടി വിളിച്ചു കേട്ടോ. അവരവിടെ കണ്ടപ്പോൾ ഞാൻ വായുവെന്നും പറഞ്ഞ് ഞാനാണ് അവരെ വിളിച്ചിരുത്തിയൊക്കെ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് നന്നാക്കിയതാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു, കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നാക്കി ഒരു 10-11 മണിയായപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ, അതായത് അഖണ്ഡനാമത്തിൻ്റെ അന്ന് ഞങ്ങൾ അമ്പലത്തിൽ വന്നു കേട്ടോ. ഞാൻ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 നേരം ഫുഡ് അമ്പലത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസിൻ്റെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അവൻ നേരെ കളിപ്പാട്ടം വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ഇതാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമാണ്. അങ്ങനെ കഴിച്ച് പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ചുവടുവയ്പ്പൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ച് സമയമല്ല, കൂടുതൽ സമയം ഇരുന്നു കേട്ടോ. ഞാനിതങ്ങനെ കാണുന്ന ഒരാളായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. പിന്നെ അമ്മൂസൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോവാമേ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അവരൊക്കെ ഫോണൊക്കെ കൊടുത്തൊന്ന് അഡ്ജസ്റ്റ് ആക്കി ഞാൻ അങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സന്തോഷമോ എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെ തോന്നി കേട്ടോ. അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ, ഒരു 12 മണിയാകുമ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്പലത്തിൽ ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. കണ്ടില്ലേ ക്യൂ? ഇനി അതിൻ്റെയും പുറകിൽ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. അതായത് ഇതിനകത്തിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ ക്യൂ നിൽക്കണം. പുറത്ത് ഇരിക്കാതെ ഫുഡ് കഴിക്കണം, വേറെ ക്യൂ ഒന്നും വേണ്ട കേട്ടോ. അവിടെ പ്ലേറ്റ് എടുത്ത് പോയി കഴിച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് ഇലയൊക്കെ ഇട്ടിട്ട് പ്രസാദം കിട്ടും. ഇത് രാത്രിയത്തെ സദ്യയാണ് കേട്ടോ, പ്രസാദമാണ് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളൊക്കെ ഇരുന്ന് അങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റാണല്ലോ അമ്പലത്തിലെ ഫുഡ്. അങ്ങനെ തോന്നിയവരാരെങ്കിലും ഉണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൻ്റെ പ്രസാദം. ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരു സാമ്പാർ കിട്ടിയാൽ മതി കേട്ടോ. നല്ലോണം കറിയൊന്നും വേണമെന്നൊന്നുമില്ല. ആ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടാറില്ല. എന്താണാവോ, ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു കൈ ഉപ്പുണ്ടാവുമല്ലേ അതിൽ. പിന്നെയും ഞാൻ കുറേ സമയം, അതായത് രാത്രിയാണ് കേട്ടോ ഇത്, പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ കുട്ടികളെ നോക്കാൻ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ അവരങ്ങനെ വലിയ മൈൻഡാക്കിയില്ല. ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്കിതിങ്ങനെ ആസ്വദിച്ച് കാണുന്നുണ്ട്. ഞാൻ കുറേ സമയം അവിടെ ഇരുന്ന് ഇത് കണ്ടു കേട്ടോ. പിന്നെ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്യുക, കാണാതിരിക്കുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. മുസ്ലിംസിൻ്റെ പ്രാർത്ഥനയും രീതിയൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് തോന്നാറുണ്ട് അവർ ഒന്നും കൂടി അവരുടെ പ്രാർത്ഥനയോട് നീതി പുലർത്താറുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് കേട്ടോ. ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ
ഒന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ വിശ്വാസങ്ങളും ഒക്കെ വ്യത്യസ്തമാണല്ലോ. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ളവർ നമ്മളെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, സന്തോഷം വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, എന്തെങ്കിലും ഈവൻറ്റോ കാര്യങ്ങളോ വരുമ്പോഴോ അങ്ങനെയും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ദൈവവിശ്വാസി അല്ലേന്ന് ചോദിച്ചാൽ അതും അല്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് സങ്കടമൊക്കെ വരുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന എന്തോ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജിയാണ് കേട്ടോ എനിക്ക് ഈശ്വരൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അരുത്, മുകളിൽ നിന്ന് ഏതോ ശക്തി നമ്മൾ വീക്ഷിക്കുന്നുണ്ട്, അപ്പം നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ശിക്ഷ കിട്ടും എന്നൊക്കെ തോന്നിക്കുന്നൊരു വികാരം ഉണ്ടല്ലോ, അതാണ് കേട്ടോ എനിക്ക് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. നമ്മളെ വിശ്വാസങ്ങളെ അവരവരുടെ വിശ്വാസങ്ങൾ അവരവർ ഇഷ്ടമുള്ള പോലെ വിശ്വസിക്കട്ടെ അല്ലേ. നമ്മൾ പരിഹസിക്കാനും നിന്ദിക്കാനൊക്കെ നമ്മൾ ആരാണല്ലേ, നമ്മളതിന് യോഗ്യനാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. അത്രയേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. പിന്നെ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കുഞ്ഞു ക്ലിപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ മാല ഇട്ടിട്ടുണ്ടായിരുന്നു, സ്വാമിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ അമ്പലത്തിൽ നിന്നാണ് കെട്ടുറ. അപ്പം അന്ന്, അതായത് 2 ദിവസം മുന്നേ ആയിരുന്നു ഈ പരിപാടി കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ 11 മണിക്ക് കെട്ടുറ കഴിഞ്ഞു. പക്ഷെ രാത്രി ഒരു 8 മണിക്ക് വണ്ടി പുറപ്പെടുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ആ ടൈം വരെ ഞങ്ങൾ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറയാം, 9 മണി കഴിഞ്ഞിട്ടും വണ്ടി പുറപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം കെട്ടുറ കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ സമയം അവിടെ നിന്നിട്ട് നിൽക്കേണ്ടി വന്നു. ഇരിക്കാനൊന്നും സ്പേസ് ഇല്ലല്ലോ. കുറേ സമയം അവിടെ നിന്നപ്പോൾ കാലും കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം പിന്നെ രാവിലെ കുട്ടികൾക്ക് സ്കൂളുണ്ട് കേട്ടോ. ഇതാണ് ആള്, ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറേ സമയം നിന്നപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളോട് പോയി കിടന്നോ, രാവിലെ സ്കൂളിലല്ലേ കുറേ സമയം നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയും ഹസ്ബൻഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ, ഇതാണ് എൻ്റെ അമ്മ, അതായത് അമ്മായിയമ്മ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.